ഇന്ന് നമ്മൾ ലോകത്തെ ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ലോകത്തിൽ മാത്രമല്ല നമ്മുടെ ഭവനങ്ങളിലും പരിശോധിക്കുകയാണെങ്കിൽ, സമാധാനമില്ലാത്ത ഒരു അസ്വസ്ഥത നിറഞ്ഞ ജീവിതമാണ് ഇന്ന് ലോകത്ത് കാണുന്നത്. ഒരു ആത്മീയ അന്ധത, ആത്മീയ ഉറക്കം. ഭൗതിക നന്മകൾക്കും ഭൗതിക കാര്യങ്ങൾക്കും നമുക്കൊരു ഉറക്കവും ഒരു അനുമതിയില്ല. പ്രശസ്തി എടുക്കുവാൻ, ആർഭാട ജീവിതം നയിക്കുവാൻ, അതോടൊപ്പം ജോലിയെടുത്ത് പണിയെടുത്ത് നമുക്കാകെ ലഭിക്കുന്ന കാശ് അത് ദൂർത്തടിക്കുവാൻ, അതുപോലെ സമ്പത്തുണ്ടാക്കുവാൻ, ധനവാനാകുവാനുള്ള ആഗ്രഹം, ഇതൊക്കെ നമുക്ക് ഒരു കുറവുമില്ല. എന്നാൽ ആത്മീയതയിൽ വരുമ്പോൾ, ദൈവവുമായിട്ടുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മന്ദത അല്ലെങ്കിൽ ഒരു ഉറക്കം നമുക്ക് ബാധിക്കും. അത് ലോകത്തെമ്പാടും നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ ഭവനങ്ങളെടുത്താലും ചുറ്റുവട്ടാരങ്ങളെടുത്താലും ഒക്കെയും ഈ ഒരു അന്ധത നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് ആവശ്യമായ ആഹാരവും വസ്ത്രങ്ങളും ഒക്കെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഒരു ആത്മീയമായ പോഷണം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിന് നമ്മൾ പുറകോട്ടാണ്. അതുകൊണ്ട് അരാജകത്വവും അനുസരണയില്ലായ്മയും സമാധാനമില്ലായ്മയും ഒക്കെ ഇന്ന് ഭവനങ്ങളിലും ദേശത്തുമൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത വയസ്സിൽ പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം പക്കത്തിന് ഉപയോഗിച്ചുകൊണ്ടതാണ്. ലോകത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ലോകത്തോട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. തമ്മിൽ ബലവാനായ രാജ്യം ഏത് എന്ന് അറിയുവാൻ തമ്മിൽ പരീക്ഷിക്കുകയാണ്. അണുവായുധങ്ങളും മാരക ആയുധങ്ങളും ഒക്കെയും ഉണ്ടാക്കി വെച്ച് സാധുക്കളായ ജനങ്ങൾ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ദിവസം പ്രതി മരണമടയുന്നത്. ഇത് ബലപരീക്ഷണത്തിലൂടെയാണ്. സമാധാനമില്ല. ഒരു വ്യക്തി പറയുന്നത് മറ്റൊരാൾക്കാർ ഉൾക്കൊള്ളുവാൻ സാധിക്കത്തില്ല. രാജ്യത്തോട് തന്നെ ഒരു ബുദ്ധിമുട്ട്. അവരെ ചേർക്കുവാൻ, അവരോട് ചേരുവാൻ, അവരെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. പരസ്പരം മത്സരമാണ് നടക്കുന്നത്. ഈ മത്സര ഓട്ടത്തിനിടയിൽ ലോക സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അന്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ, ദൈവം കൽപ്പനപ്രകാരം ജീവിക്കുവാൻ, ദൈവത്തെ സ്വയം രക്ഷിതാവായി സ്വീകരിക്കുവാൻ, അത് തൻ്റെ കുഞ്ഞുങ്ങൾക്കിലേക്ക് തലമുറയിലേക്ക് പകരുവാൻ, സത്യദൈവത്തെ കൊടുക്കുവാൻ ഇന്നാർക്കും സമയമില്ല. ആരും അതിനെ മെനക്കെടുന്നില്ല. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് മുൻപ് 2 പ്രാവശ്യം ന്യായവിധി വേദപുസ്തകത്തിലുണ്ടായിട്ടാണ് കാണുന്നത്. ഒന്ന് നോഹയുടെ കാലത്ത് അതിക്രമവും അരാജകത്വവും കൊലപാതകവും ദൈവമില്ലാത്ത അവസ്ഥയിലും ദൈവവിശ്വാസമില്ലായ്മയും ഭയങ്കരമായ രീതിയിൽ മ്ലേച്ഛമായ രീതിയിലൊക്കെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നോഹയിലൂടെ ദൈവം അകപ്പാട് കൊടുത്തു, നീ ഈ ലോകത്തിൽ ഈ രാജ്യത്തെ സുവിശേഷം പറയണമെന്ന്. ഒരു പെട്ടകം ഉണ്ടാക്കുവാനുള്ള മാതൃകയും കൊടുത്തു. നോഹ അത് അതേപടി അനുസരിച്ചു. നോഹയ്ക്ക് 500 വയസ്സുള്ളപ്പോഴാണ് ഈ അരുളപ്പാട് ലഭിക്കുന്നത്. 600 വയസ്സുള്ളപ്പോഴാണ് ഈ 40 രാവും 40 പകലും മഴ പെയ്ത് ഭൂമിയിൽ നാശനഷ്ടം ഉണ്ടാകുന്നത്. അപ്പൊ 100 വർഷം നോഹ ഈ ഭൂമിയിൽ താൻ ജീവിച്ചിരുന്ന ആ ഭാഗത്ത് സുവിശേഷം പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. എന്നാൽ ഒരൊറ്റ വ്യക്തി പോലും ആ സുവിശേഷം അംഗീകരിക്കുകയോ അത് കേൾക്കുകയോ ദൈവത്തെ സ്വീകരിക്കുകയോ ഒന്നും ചെയ്തു. അതിന്റെ പരിണിത ഫലമായി സംഭവിച്ചത് നമുക്കറിയാം. സമയമായപ്പോൾ മഴ പെയ്തു തുടങ്ങി. പെട്ടകത്തിൽ ദൈവത്തിന്റെ കൽപ്പനപ്രകാരം സർവ്വ മൃഗജാതികളിൽ നിന്നും ഇഴജന്തുക്കളിൽ നിന്നും 2 ജോഡി വെച്ച് കയറ്റിക്കൊള്ളുവാൻ പറഞ്ഞു. മഴ പെയ്ത് വരുന്നതനുസരിച്ച്, വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ജനങ്ങൾ ഓടി വരാൻ തുടങ്ങി പെട്ടകത്തിലേക്ക് കയറുവാൻ. അതുവരെ നോഹയ്ക്ക് വട്ടാന്ന് പറഞ്ഞു. നോഹയുടെ പ്രശ്നം കേൾക്കുമ്പോൾ നോഹയ്ക്ക് വട്ടാന്ന് പറഞ്ഞ ആൾക്കാർ മഴ പെയ്ത് വെള്ളം പൊങ്ങിയപ്പോൾ, രക്ഷയില്ലാതെ വന്നപ്പോൾ, നമ്മുടെ വീടുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അവയെ പ്രാപിച്ച് ഓടി വരുമ്പോൾ പെട്ടകത്തിൽ കയറാൻ പറ്റും. പക്ഷേ പെട്ടകത്തിൽ അന്നേരം കയറേണ്ട ബന്ധുക്കളും മനുഷ്യരും കയറി ആകെ 8 പേർ. നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ മക്കളും 8 പേര് മാത്രമാണ് ആ പെട്ടകത്തിൽ കയറാൻ സാധിച്ചത്.
മഴ 40 രാവും 40 പകലും നിന്നപ്പോൾ ആ ഭൂമിയിലുള്ള സകല മനുഷ്യരെ നശിച്ചുപോയി. ആ ന്യായവിധി അങ്ങനെ കഴിഞ്ഞുപോയി. പിന്നെ നോഹയുടെ തലമുറ ഭൂമിയിൽ വാസം ചെയ്തു. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് സോർസീതവും പട്ടണങ്ങൾ നശിപ്പിച്ചതാണ്. ഗന്ധകവും തീയും കൊണ്ട് അവിടെയും മ്ലേച്ഛമായ ജീവിതവും അനുസരണമില്ലാതെ, ദൈവഭയമില്ലാതെ, ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തെ അറിയാതെയും സ്വന്തം കരത്തിന്റെ ബലത്തിൽ അഭിമാനം കൊണ്ടും ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പറ്റിയും ഒക്കെ നിന്ന മനുഷ്യന്റെ അതിക്രമ നിമിത്തം അവിടെയും ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. ആ മുന്നറിയിപ്പുകളൊന്നും കേട്ടില്ല, അനുസരിച്ചില്ല. അതെല്ലാം അവഗണിച്ചുകൊണ്ട് മനുഷ്യന്റെ കയ്യിലേക്ക് മുന്നോട്ട് പോയി. അവിടെയും ആ നാശം എതിർവാൻ സാധിച്ചു. ദൈവദൂതന്മാർ വന്ന ലോത്തിനെയും ഭാര്യയും മക്കളെയും രക്ഷപ്പെടുത്തി. എന്നാൽ തൻ്റെ മുതലുകൾ, തൻ്റെ സമ്പത്ത് മൊത്തം നശിച്ചു പോകുന്നു, ഉച്ചരിച്ചു പോകുന്നു എന്നുള്ള ആ ആഗ്രഹത്താൽ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കാണുവാനായിട്ട് ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കരുതെന്ന് ദൈവദൂതന്മാർ കൽപ്പന കൊടുത്തതാണ്. അതുപോലും സ്വീകരിച്ചില്ല. ആർത്തിയോടെ, ആ സങ്കടത്തോടെ അത് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറി. ശേഷിച്ച 2 മക്കളും ആ പിതാവുമായി ആ പട്ടണത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ ദൈവത്തിന്റെ ന്യായവിധി ഘോരമായി വന്നപ്പോഴും അവിടെ തുലവുമായ നിസ്സാരമായ ആൾക്കാർ മാത്രമേ രക്ഷപ്പെടാൻ സാധിച്ചു. അടുത്തത് നമ്മുടെ ലോകത്തിപ്പോൾ പലവിധമായ യുദ്ധങ്ങളും പരിപാടികളും ഒക്കെ നടക്കുന്നു. ഇത് ഈ ലോകത്തിന്റെ അവസാനമാകാൻ പോകുന്ന കാലഘട്ടങ്ങൾ നമ്മളെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരം ഈ ഭൂമി മാറ്റപ്പെടുവാനുള്ള സമയമായി വരികയാണ്. യേശുവിൻ 2ാം വരവിൽ അത് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ ലോകം അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളത് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവസം പ്രതി നമ്മൾ വീട്ടിലിരുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നു, പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു കഴിയുന്നു. ലോകം നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് സമാധാനമുണ്ടോ? സമാധാനമില്ല. സന്തോഷമുണ്ടോ? സന്തോഷമില്ല. അതിക്രമങ്ങളും അക്രമങ്ങളും നിറഞ്ഞ ഒരു കുഞ്ഞു കൊച്ചിന് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ലോകം നിന്ന് എല്ലാം പറഞ്ഞിരിക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്തുകൊണ്ട് സമുദായപരമായും രാജ്യപരമായും എല്ലാം മേൽക്കോയ്മ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് അതേ രാജ്യത്തെ പിടിച്ചടക്കുന്നു. ഭവനത്തിൽ സമാധാനം ഇല്ലാതാവുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൻ മക്കളോടും, മക്കൾ അപ്പനോടും, അമ്മയോടും, സഹോദരങ്ങളോടും, അയൽക്കാരനോടും അങ്ങനെ തുടങ്ങി കുടുംബത്തോടും രാജ്യത്തോടും എതിർക്കുമെന്നുള്ള ആ വചനം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ സുവിശേഷമാണ് ഈ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 സുവിശേഷം ലോകത്തിൽ എത്തിപ്പറ്റുമ്പോൾ ഈ ലോകത്തിന് രൂപാന്തരം വരും, മാറ്റം വരാൻ പോകുന്നു. അതിനു മുമ്പ് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം അതെ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചുപോയ കാര്യം, ഞങ്ങൾ ഒരു സമയത്ത് കഷ്ടതയാലും പ്രയാസമൊക്കെ അനുഭവിച്ചിട്ട് മദ്യപിച്ചും ഒക്കെ വഴക്കുണ്ടാക്കിയും ഏറ്റുവാങ്ങിയും അങ്ങനെയൊക്കെ ആയിരുന്നു. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ആയിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരികയും അവൻ ഞങ്ങൾ പ്രവേശിക്കുക, അവൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ അകക്കണ്ണുകൾ തുറന്നുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ സ്വീകരിച്ചു, അവന്റെ മക്കളായി തീർന്നു. അവനെ കൈക്കൊണ്ടാണ് നാമത്തിൽ അവനെ ഏവർക്കും ദൈവമക്കളാകുവാൻ അനുവാദം കൊടുത്ത പ്രകാരം മക്കളായി തീരാൻ സാധിച്ചു. അവന് സ്വർഗത്തിലെ ദൈവമായിരിക്കുമ്പോൾ പരിഗണിക്കാതെ ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഏറ്റവും ഹീനവേഷമെടുത്ത് അതുപോലെ തന്നെ അവൻ ഏറ്റവും മോശമായി ഏറ്റവും കഷ്ടമായ യാഗം അനുഭവിച്ച് അവന്റെ യാഗമായി തീർന്നു. അവൻ നമുക്ക് അതിലൂടെ ഒരിക്കൽ രക്ഷ പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധിച്ചതുകൊണ്ട് ഈ സന്തോഷ വാർത്ത ഈ പ്രദേശവാസികളെ അറിയിക്കുവാനും അതെ ഈ ലോകം ഏറ്റവും അവസാനമായിരിക്കുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ശീലിപ്പാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്തുകൊണ്ട് അതിൻ്റെ വാക്കുകളിലേക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.